ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടാന്നറിയോ? അവന്യൂ വാക്ക് വേ. കുണ്ടന്നൂരിന്ന് ഫോർട്ട് കൊച്ചിയിലേക്കുള്ള വഴിയിൽ ഒരു കായലോരത്തോട് ചേർന്നിട്ടുള്ള ഒരു വാക്ക് വേ ആണ്. ഇതൊരു പെഡസ്ട്രിയൻ ബ്രിഡ്ജാണ്. കുറേ ദൂരം നമുക്ക് ഇങ്ങനെ അങ്ങ് നടന്നു പോവാം. വളരെ മനോഹരമായ ഒരു സ്ഥലം കണ്ടപ്പോൾ നിങ്ങൾക്കിത് നിർത്തിയത് കാണിച്ചു തരണമെന്ന് വിചാരിച്ചു. ഇവിടെ കുറേ കൊച്ചുകുട്ടികളൊക്കെ വൈകുന്നേരങ്ങളിൽ ചെറിയ മിനി പാർക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ആളുകൾ വൈകുന്നേരങ്ങളിൽ സന്ധിക്കുന്ന ഒരു സ്ഥലമാണ് ഈ അവന്യൂ വാക്ക് വേ. ഇത് അതിൻ്റെ ഒരു ബ്രിഡ്ജാണ്. ഇതിൻ്റെ ഏറ്റവും മനോഹരമായ സ്പേസ് ഇതാണെന്ന് തോന്നുന്നു. നമ്മൾ ഫോർട്ട് കൊച്ചിയിലോട്ടാണ് ഇന്നത്തെ യാത്ര. കൊച്ചിയുടെ ഒരു വികാരം എന്ന് പറയുമ്പോൾ കൊച്ചി എന്നുള്ളൊരു മുഖം കൊടുക്കുന്നത് ഫോർട്ട് കൊച്ചിയാണെന്ന് എനിക്ക് തോന്നുന്നു. കൂടുതൽ കാഴ്ചകൾ നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് കാണാം. അവിടെ ചെന്നിട്ട് വിശേഷങ്ങൾ പറയാം. ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടാന്നറിയോ? കൊച്ചി നഗരത്തിൽ നിന്ന് 12 കിലോമീറ്റർ റോഡ് മാർഗവും 1 കിലോമീറ്റർ ജലമാർഗവും സഞ്ചരിച്ചാൽ എത്താവുന്ന ഒരു അടിപൊളി വിനോദസഞ്ചാര കേന്ദ്രമായ ഒരു ബീച്ചിലാണ്. വേറെ എവിടെയല്ല, ഫോർട്ട് കൊച്ചി. വിദേശ സഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള സ്പോട്ടുള്ള ഒരു സ്ഥലമാണ് ഫോർട്ട് കൊച്ചി. കേരളത്തിലെ ആദ്യത്തെ യൂറോപ്യൻ ടൗൺഷിപ്പ് ആയിരുന്നു കേട്ടോ ഫോർട്ട് കൊച്ചി. ഇവിടെ സെന്റ് ഫ്രാൻസിസ് പള്ളി, സാന്റാക്രൂസ് ബസിലിക്ക, ഡച്ച് സെമിട്രി, ഇങ്ങനെ ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള സ്പോട്ടുകളുണ്ട്. നമുക്ക് ഓരോ സ്ഥലത്തേക്കും പോയിട്ട് നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം. ഈ പുറകിൽ കാണുന്നതാണ് സാന്റാക്രൂസ് ബസിലിക്ക. ഫോർട്ട് കൊച്ചിയിലെ ഒരു ഫേമസ് ആയ പള്ളിയാണ്. കേരളത്തിലെ 9 പള്ളികളിൽ ഒന്നാണ് ഈ സാന്റാക്രൂസ് ബസിലിക്ക. ഇതിന്റെ പേര് കോട്ടപ്പള്ളി എന്നും പറയും. ഒരുപാട് വിനോദസഞ്ചാരികൾ, വിദേശീയരടക്കം ഒരുപാട് വിനോദസഞ്ചാരികൾ വരുന്ന ഒരു പള്ളിയാണ്. അത്രമാത്രം പൈതൃകം കാത്തു സൂക്ഷിക്കുന്ന ഒരു പള്ളി എന്നാണ് പറയുന്നത്. ജങ്കാർ സർവീസ് ആരംഭിക്കുന്നത്. ജങ്കാർ സർവീസ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? വാഹനങ്ങളൊക്കെ അടക്കം കയറ്റി പോകുന്ന ഒരു വലിയ ബോട്ട് പോലത്തെ ഒരു സംവിധാനമാണ്. കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? ഇതാ കാണുന്നു. ഇതാണ് ഫോർട്ട് കൊച്ചി വാട്ടർ മെട്രോ. എന്തിനെവിടെ വന്നതെന്നല്ലേ? മറൈൻ ഡ്രൈവിലേക്ക് ഫോർട്ട് കൊച്ചിയിൽ നിന്നൊരു വാട്ടർ മെട്രോ യാത്ര, അത് തന്നെയാണ് ഉദ്ദേശം. ആദ്യമായിട്ടാണ് ഞാൻ വാട്ടർ മെട്രോയിൽ കയറുന്നത്. അതിൻ്റെതായ എല്ലാ എക്സൈറ്റ്മെൻറ്റും എനിക്കുണ്ട്. ടിക്കറ്റ് കൗണ്ടറിൽ കയറി 50 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തു. സുരക്ഷാ പരിശോധനകളെല്ലാം കഴിഞ്ഞു. ഒരു 50 പേര് തൊട്ട് 100 പേര് വരെ ഒരേ സമയം യാത്ര ചെയ്യാം കേട്ടോ. അതിനായിട്ട് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. ആ 50 പേരൊക്കെ ആവുന്ന സമയം വരെ. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വാട്ടർ മെട്രോ സർവീസാണ് നമ്മുടെ കൊച്ചിയിലേത്. കൊച്ചി മെട്രോ റെയിലിന്റെ ഫീഡർ സർവീസ് ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്, അതറിയാലോ. അതുകൊണ്ട് തന്നെ നമുക്ക് കൊച്ചി മെട്രോ ട്രെയിനിൽ കയറുന്ന അതേ ഫീലാണ് ഈ ബോട്ടുകൾ കയറുമ്പോഴും തോന്നുക. ആധുനിക സുരക്ഷാ സൗകര്യങ്ങളും വാർത്താവിനിമയ ഉപകരണങ്ങളും ഒക്കെ ഘടിപ്പിച്ച ബോട്ടുകളാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. കായലിന്റെ ഭംഗി ആവോളം ആസ്വദിക്കുന്നതിനായിട്ട് ഗ്ലാസ് വിൻഡോസ് ഒക്കെയാണ് ഇതിനകത്ത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പൂർണ്ണമായും ശീതീകരിച്ച ബോട്ടുകളാണ്. അതുപോലെ തന്നെ ലൈഫ് ജാക്കറ്റ് അടങ്ങിയ സാധനങ്ങളെല്ലാം കൃത്യമായി പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
വാട്ടർ മെട്രോ യാത്ര കഴിഞ്ഞ് ഞാൻ വീണ്ടും ഫോർട്ട് കൊച്ചിയിൽ തിരിച്ചെത്തി. ഫോർട്ട് കൊച്ചിയിലെ ഇടവഴിയിലൂടെ ഒരു യാത്ര. ഇവിടുത്തെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തദ്ദേശീയ നിയമം നിലനിൽക്കുന്നത് കൊണ്ട് ഇവിടെ റെനോവേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അതായത് പഴയ മാളികപ്പുരങ്ങളും ബംഗ്ലാവും ഒക്കെ റെനോവേറ്റ് ചെയ്ത് ബാറുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. പുതിയതൊന്നും നിർമ്മിക്കാൻ ഇവിടെ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോർട്ട് കൊച്ചിയുടെ വസ്തുകലാ പാരമ്പര്യം കൃത്യമായി തനതായി ആ പൈതൃകത്തോടെ തന്നെ കാത്തു സൂക്ഷിക്കുന്നു എന്ന് തന്നെ പറയാം. ഇതാണ് വാസ്കോ ഹൗസ് എന്നറിയപ്പെടുന്ന ബിഗ് ബി ഹൗസ്. മമ്മൂക്കയുടെ ബിഗ് ബി എന്ന് പറഞ്ഞ സിനിമ കാണാത്ത മലയാളികളില്ലല്ലോ അല്ലേ? ആ ഷോട്ടിൽ കാണുന്ന വീട് ഇതാണ്. ഇവിടെ വന്ന് ഒരുപാട് ആളുകൾ ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. ഫോർട്ട് കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളിയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന യൂറോപ്യൻ പള്ളിയാണ്. 1503 ഇത് പണിതത്. ഇന്ത്യയിൽ അക്കാലത്ത് കോളനി ഭരണത്തിനായി നടത്തിയ യൂറോപ്യൻ അധിനിവേശ ശക്തികൾ നടത്തിയ ഒരുപാട് പോരാട്ടങ്ങളുണ്ട്. അതിൻ്റെ ഒരു മൂകസാക്ഷി എന്ന നിലയിലാണ് ഈ ഒരു പള്ളി ചരിത്രത്തിൽ പ്രാധാന്യം നേടിയിട്ടുള്ളത്. പോരാത്തതിന് നമ്മുടെ വാസ്കോ ഡ ഗാമയുടെ ശരീരം ആദ്യമായിട്ട് മറവ് ചെയ്തതും ഈ പള്ളിയിലാണെന്നാണ് പറയുന്നത്. കന്യാകുമാരിയിലൊക്കെ കിട്ടുന്ന പോലത്തെ ഒറിജിനൽ ശംഖാന്ന് തോന്നുന്നു. പണ്ടൊക്കെ കന്യാകുമാരിയിൽ ടൂറ് പോയാൽ മേടിച്ചുകൊണ്ട് വരുന്ന സാധനം വീട്ടിലിങ്ങനെ അല്ലേ, വാതിലിന്റെ ഫ്രണ്ടിൽ. അയ്യോ, ഇതൊക്കെ കണ്ടിട്ട് ഇപ്പൊ കുറെ നാളായി ഇതൊക്കെ കണ്ടിട്ട്. നല്ല രസമുണ്ട്. ഇതാണ് ഫോർട്ട് കൊച്ചിയിലെ ഡച്ച് സെമിട്രി. 1724 ഡച്ച് ഭരണകാലത്താണ് ഈ സെമിട്രി സ്ഥാപിക്കപ്പെട്ടത്. ഇതിൽ 104 ശവകുടീരങ്ങളാണുള്ളത്. രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന യൂറോപ്യൻ സെമിട്രി എന്നുള്ളത് ഈ ഫോർട്ട് കൊച്ചിയിലെ ഡച്ച് സെമിട്രിയാണ്. 1663 പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയതിനു ശേഷം ഡച്ചുകാരാണ് നമ്മുടെ കൊച്ചി ഭരിച്ചത്, ഏകദേശം 18ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ. അങ്ങനെ 130 വർഷം ഭരിച്ച ആ ഭരണത്തിന്റെ ഒരു സ്മാരകമാണ് ഈ ഡച്ച് സെമിട്രി. ഇന്ന് ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്നത് സെന്റ് ഫ്രാൻസിസ് CSI പള്ളിയുടെ മാനേജ്മെന്റ് തന്നെയാണ്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഫോർട്ട് കൊച്ചിയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇനി മറ്റൊരു സ്ഥലവും അവിടുത്തെ വിശേഷങ്ങളുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരേക്കും ബൈ.